എന്നൊരു മാരക എഞ്ചിൻ കണ്ടാലോ ഇതുണ്ടോ പെർക്കിൻസിൻ്റെ ഇൻഡസ്ട്രിയൽ എഞ്ചിനാണ് ഈ കാണുന്നിരിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു പെർക്കിൻസിൻ്റെ എഞ്ചിനെ പറ്റി പറയാനായിട്ട് നമ്മുടെ സുരേഷ് ചേട്ടനുണ്ട്. സുരേഷ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വെൽക്കം. സോ ഇൻഡസ്ട്രിയൽ എഞ്ചിൻസ് കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണിത്. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, ഇതിപ്പോൾ വന്നിട്ടില്ല, മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. ജാനുവരി നെക്സ്റ്റ് ഇയർ തൊട്ട് വരുന്നതാണ് ഈ എഞ്ചിൻ. ഇൻഫാക്ട് ഇത് പവർ ജനറേഷൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഈ കാണുന്ന എഞ്ചിൻ 1750 kVA വരെ ഇത് ആപ്ലിക്കേഷൻ അവിടുത്തെ ലോഡ് അനുസരിച്ച് എവിടെ പോകുന്ന ആ സൈറ്റിൻ്റെ ലോഡ് അനുസരിച്ച് ഒരു 1750 kVA വരെ ഇത് KVA ആണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഇത് പവർ ജനറേഷൻ ആകുമ്പോൾ ഇതിൽ കൂടുതൽ ടേംസ് ആയിട്ട് നമ്മൾ ജനറേറ്റർ 3 kV 5 kV 7 kV എന്നൊക്കെ പറയുന്ന പോലെ അതെ 1750 വരെ എത്തും. മാക്സിമം പവർ. അതെ അതെ അതെ. ഇതിന് മുകളിൽ ഇപ്പോൾ തൽക്കാലം ഉണ്ട്. ഇതനുസരിച്ച് വേറെ ഒരു ഇൻഫീരിയർ ആയിട്ട് ഒരു മോഡൽ ഉണ്ട്. പക്ഷേ ഇതിന് കൂടുതലായിട്ട് ടെക്നിക്കലി ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്തിട്ട് ഫ്യൂവൽ കൺസപ്ഷനോ ഓയിൽ കൺസപ്ഷനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിമിറ്റേഷൻ ചെയ്യാനായിട്ട് വേണ്ടി സോ ദാറ്റ് ബെനിഫിഷ്യൽ ആയിട്ട് വേണമെന്ന് വെച്ചിട്ട് നമ്മളത് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് വന്ന മോഡലാണത്. മാക്സിമം 6 ടൺ വരും. മാക്സിമം 6 ടൺ വരും. ആൻഡ് ഉപയോഗം എന്ന് പറയുമ്പോൾ ഇതിന് വേറെ ഏതും ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാനില്ല, തൽക്കാലം ഉപയോഗിക്കാനില്ല. ഇത് മാത്രമാണ്. ഇനിയിപ്പോൾ അപ്ഗ്രേഡേഷൻ വന്നുകൊണ്ടിരിക്കും. അതെ അതെ. ഇതിപ്പോൾ നമ്മൾ താഴെ ഉള്ളത് OEM എന്ന് പറയുമ്പോൾ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരുപാട് OEMs ഉണ്ട്. പക്ഷേ നമ്മുടെ താഴെ ഉള്ള ഒരു OEM ഗുജറാത്തിലുള്ള ഒരു OEM ആണ്. ഞാൻ പേര് ഇപ്പോൾ തൽക്കാലം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അവരാണ് ഉപയോഗിക്കുന്നത്. അവർ ഇൻഫാക്ട് ഇതല്ലാതെ ഇതൊന്ന് 12 സിലിണ്ടർ എഞ്ചിനാണ്. വി ടൈപ്പിലുള്ള 12 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ 16 ഉണ്ട്. ഇതിൻ്റെ തന്നെ ഒന്നുകൂടി ഹയർ വേർഷൻ ഉണ്ട്. പക്ഷേ അത് 2000 kVA കൂടുതൽ പോകുന്നതാണ്. അത് വന്നിട്ട് അത് ഇത് തന്നെ ആയിരിക്കും. പക്ഷേ അതിന് 16 സിലിണ്ടർ വരും. അതെ, ഇതിൽ ഏകദേശം 95% ചെറിയ കോമ്പണൻറ്റ് ബേബി കോമ്പണൻസ് അല്ലാതെ കണ്ട് ബാക്കിയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ നമുക്കൊരു അസംബ്ലിംഗ് പ്ലാന്റ് ഉണ്ട്. ഔറംഗാബാദിൽ ഒരു അസംബ്ലി പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൽ ഔറംഗാബാദിലുണ്ട്, ഹൊസൂറിലുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നത് പർട്ടിക്കുലറായിട്ട് ഇത് ചോദിക്കുന്ന കാരണം ഇത് ചെയ്യുന്ന ഔറംഗാബാദിൽ ഒരു പ്ലാന്റ് ഉണ്ട്, പെർക്കിൻസിന് ഒരു പ്ലാന്റ് ഉണ്ട്. അവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതെ, അവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പെർക്കിൻസിൻ്റെ ഒരു എഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഏതായാലും നമുക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.